വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അടിവാരം എന്താണെന്ന് വികാരിച്ച് 2-3 മാസം കൊണ്ട് മനസ്സിലായി. നമ്മൾ വിശ്വാസോത്സവം, പണ്ടൊക്കെ ഞങ്ങൾ സമ്മർ ക്ലാസ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഉത്സവമായിരിക്കുകയാണ്. ഒരു ആഴ്ച നീണ്ട വിശ്വാസോത്സവം, വിശ്വാസ പ്രഖ്യാപന റാലിയിലൂടെയും വാർഷിക ആഘോഷത്തിലൂടെയും നമ്മൾ ഇന്ന് അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തത്, ഒരു 22 വർഷം മുമ്പ് എൻ്റെ പട്ടത്തിൻ്റെ അന്ന് പ്രസംഗം പറഞ്ഞ സാറിനെ ഓർക്കുക. അപ്പം ഞാനിങ്ങനെ ഓർത്തപ്പോൾ അന്നും ഇന്നും വിശ്വാസ പരിശീലനത്തിൽ ഒത്തിരി താല്പര്യത്തോട് നിൽക്കുന്ന കുറേ വ്യക്തികൾ, അതോടൊപ്പം അതിനോട് ചേർന്ന് കടന്നു വരുന്ന പുതിയ തലമുറ, അതുപോലെ തന്നെ നമ്മുടെ പ്രവീൺ സാറ്, ഞങ്ങളൊക്കെ ആ കാലത്ത് ഒരുമിച്ച്, ഞാൻ വേദപാഠ പരിഗണത്തായിരുന്നെങ്കിലും ഇവിടെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കുകയും വികാരിച്ചൻ പറഞ്ഞ പോലെ തന്നെ ഇടവകയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അടിവാര ഇടവക തന്നെയാണ്. ഒരു കുടുംബം പോലെ മാറി മാറി വരുന്ന വികാരിച്ചന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചിട്ടയായി ചെയ്യുന്ന ഒരു സമൂഹം. അവധിക്കൊക്കെ വരുമ്പോൾ മറ്റു പള്ളികളിലോട്ടൊക്കെ ഞായറാഴ്ച വിളിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അടിവാരത്തിനേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലം കഴിഞ്ഞാലും സ്നേഹത്തോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. സഭയോടും പള്ളിയോടും വികാരിയച്ഛനോടും ആധ്യാത്മിക കാര്യങ്ങളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നു. അതുപോലെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ കൃത്യമായിട്ട് ഓരോ ഇടവേളയിലും കൈയടിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ചിലയിടത്തൊക്കെ നമ്മൾ ഇത്ര നേരം ഒരു മീറ്റിങ്ങിനൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, വർത്താനം പറയും, ഇമാര് കൃത്യം ഓരോന്നും പറയുമ്പോൾ അതിന് കൈയടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടും ആ കാര്യത്തോടും കൂടി എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിമാനത്തോടു കൂടി പുറത്തൊക്കെ പോകുമ്പോൾ പറയും, ഞങ്ങളുടെ ഇടവയിൽ ഒരു 200 അടുത്ത് വീട്ടുകാരേ ഉള്ളൂ, പക്ഷേ 23 അച്ഛന്മാരിപ്പോൾ ഉണ്ട്. അതിലേറെ 60-ൽ കൂടുതൽ സിസ്റ്റർമാരുണ്ട്. ഇപ്പോഴും മിക്ക വർഷങ്ങളിൽ നമുക്ക് പട്ടങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സഭയോടും വിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്ന മുതിർന്നവരും ചെറുപ്പമുള്ളവരും കുഞ്ഞുങ്ങളും ഈ ഇടവകയിലുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുകയാണ്. എല്ലാ മേഖലകളിലും രൂപതയിലുമൊക്കെ തിളക്കമാർന്ന വിജയങ്ങൾ നിങ്ങൾ എല്ലാ വർഷവും നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുമയുടെ, കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് ഞാൻ ഓർക്കുകയായിരുന്നു, ഏകദേശം അതായത് അച്ഛനായി ഇപ്പോൾ 5-ാമത്തെ സ്റ്റേജിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ ആധുനികയുടെ അതിപ്രസരമൊന്നും ഒത്തിരി കടന്നു വരാതെ പഴമയുടെ നന്മയിൽ വളരുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആധുനികതയുടെ കാലത്തും പഴമയെ മുറുകെ പിടിക്കുവാനും മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനും വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുവാനും, വിശ്വാസത്തിന് ഒത്തിരി തടസ്സങ്ങളും എതിർപ്പുകളും ഒക്കെ ഉള്ള സമയമാണ്. അവിടെ ഏറ്റവും കൃത്യമായ ബോധ്യത്തോടു കൂടി ചേർന്ന് നിൽക്കുവാനും വളരുവാനും നമ്മൾ കാണിക്കുന്ന ആ ഒരു താല്പര്യവും നമ്മുടെ മനസ്സും അതിനെയും തുടരട്ടെ. മുഖ്യപ്രഭാഷണത്തിന്റെ കാര്യമൊക്കെ നമ്മുടെ സാർ ആദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ യാത്ര ഓരോ വർഷവും ഇനിയും പുതിയ വിജയങ്ങൾ തേടട്ടെ, പുതിയ തിളക്കങ്ങൾ കൊണ്ടുവരട്ടെ. കൂട്ടായ്മയുടെ വിജയം ഇനിയും ആവർത്തിക്കട്ടെ. നന്ദി, ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി റവറൻഡ് ഫാദർ ബെനറ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.